ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദ്യപാനം കടുത്ത തിന്മയാണ്. പരിശുദ്ധ ഇസ്ലാം ശക്തിയായി എതിർത്ത തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കപ്പ് ഒരാൾ മദ്യപിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വമുദ്മിനുൽ ഖംറി ഹഖ്ഖുൻ അലല്ലാഹി അയസ്ഖിയഹു മിൻ നഹ്രിൽ ഖബാൽ. മദ്യപാനിക്ക് നെഹ്റുൽ ഖബാൽ എന്ന നരകത്തിലെ കടുചൂടുള്ള ഒരു ഏരിയയുണ്ട്. അവിടെ നിന്ന് അവൻക്ക് കുടിപ്പിക്കപ്പെടും. സഹാബത്ത് ചോദിച്ചു, എന്താണ് നെഹ്റുൽ ഖബാൽ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദീദു അഖിലിന്നാർ, അത് നരകവാസികളുടെ ചീഞ്ചലമാണ്. അപ്പോ നരകവാസികളുടെ ചീഞ്ചലമാണ് മദ്യപാനിക്ക് കുടിപ്പിക്കപ്പെടുക. അവർ അതിൽ കൊണ്ടുപോയി ഇടപെടും. കടുത്ത ചൂടുള്ള ചീഞ്ചലത്തിൽ കൊണ്ടുപോയി ഇടപെടും എന്നാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരാൾ മൻ ശരിബൽ ഖംറ ഫി ദുനിയ സഖാഹു അല്ലാഹു മിൻ സുമ്മിൽ അസാവിൻ, ദുനിയാവിൽ മദ്യപിച്ചാൽ അവർക്ക് സുമ്മുൽ അസാവിദ് എന്ന പ്രത്യേക പാനീയം കുടിപ്പിക്കപ്പെടും. അതിന്റെ ചൂടിന്റെ കാഠിന്യം അവിടുന്ന് വിവരിക്കുകയാണ്. തസാഖത്തുൽ അഹ്മുജി ഫിൽ ഇനാഇ ഖബല യശ്രിബഹ, ആ പാനീയം വായിലേക്ക് മുഖത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ചൂട് കാരണം അവന്റെ മുഖത്തുള്ള തൊലികൾ ആ ചൂടിലേക്ക് കോപ്പയിലേക്ക് ആ വെള്ളമുള്ള കോപ്പയിലേക്ക് ഉതിർന്നു വീഴുന്നതാണ്. അങ്ങനെ അവന് ദാഹത്തിന്റെ കാഠിന്യത്താൽ അത് കുടിച്ചു പോയാലോ അവന്റെ മാംസം മുഴുവനും അവൻക്ക് ഉതിർന്നു വീഴുന്നതാണ്. നരകവാസികൾ അതുകൊണ്ട് പ്രയാസപ്പെടുന്നതാണ്, അവന്റെ ആ മാംസത്തിന്റെ ദുർഗന്ധം കൊണ്ട്. നബി തങ്ങൾ പറയുകയാണ്, അലാവശാരിബുഹ, മദ്യപിക്കുന്നവനും വഅസിറുഹ, മദ്യം പീഞ്ഞു നൽകുന്നവനും വമുഅ്തസിറുഹ, പീയിപ്പിക്കുന്നവനും വഹാമിലു, അതിനെ ചുമന്ന് കൊണ്ടുപോയി കൊടുക്കുന്നവനും വൽമഹ്മൂലത്തിലൈഹി, ആരിലേക്കാണ് കൊണ്ടുപോകപ്പെടുന്നവന് അവനും വആകിലു സമനിഹ, അതിന്റെ വില പൈസ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി അതൊക്കെ വീട്ടുകാര് തിന്നുകയും ചെയ്യുമ്പോൾ ശുറക്കാഉ ഫീ ഇസ്മിഹ, എല്ലാവരും തുല്യ കുറ്റക്കാരാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹും സ്വലാത്ത വലാ സിയാമ വലാ ഹജ്ജൻ ഹത്താ യതൂബു, അവർ തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ അവരിൽ നിന്നും നിസ്കാരമോ നോമ്പോ ഹജ്ജോ സ്വീകരിക്കപ്പെടുകയില്ല. ഫഇമ്മാ തുഖബല തൗബ, തൗബക്കു മുമ്പ് അവർ മരണപ്പെട്ടാൽ കാന ഹഖ്ഖൻ അലല്ലാഹി യസ്ഖിയഹും ബികുല്ലി ജർഅത്തിൻ ശരിബൂഹു ഫി ദുനിയ മിൻ സ്വദീദി ജഹന്നം, നാളെ നരകത്തിൽ വെച്ച് അവർ കുടിച്ചതായ ഓരോ മുറുക്കിന് പകരവും അള്ളാഹു ഓരോ മുറുക്ക് നരകത്തിലെ ചീഞ്ചലം നൽകപ്പെടും. നരകവാസികളുടെ ചീഞ്ചലം ഒലിക്കുന്ന കുഴിയിലേക്കാണ് അവരെ കൊണ്ടുപോവുക. കടുത്ത ചൂടുള്ള ചീഞ്ചലം, നരകവാസികളുടെ ശരീരം ഒഴുകുന്ന ചീഞ്ചലം നൽകപ്പെടുന്നതാണ്. അലാവു കുല്ലു മുസ്കിരിൻ ഖംറുൻ, എന്നിട്ട് മുത്തുനബി അറിയണം, മസ്താക്കുന്ന എല്ലാം ഖംറാണ്, കള്ളാണ്. വകുല്ലു ഖംറിൻ ഹറാമുൻ, എല്ലാ കള്ളും ഹറാമാണ്. എന്ന് മാത്രമല്ല, ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, കള്ളുകുടിയന്മാർ സിറാത്ത് പാലത്തിന്മേലെത്തുമ്പോൾ ജബാനിയാക്കള മലക്കുകൾ അവരെ റാഞ്ചിയെടുക്കും. ജബാനിയാക്കള മലക്കുകൾ അവരെ സിറാത്ത് പാലത്തിൽ നിന്നും താഴോട്ട് റാഞ്ചിയെടുക്കും. ഇലാ നെഹ്റുൽ ഖബാൽ, നെഹ്റുൽ ഖബാൽ എന്ന ഭാഗത്തേക്ക്, നേരത്തെ പറഞ്ഞല്ലോ ചീഞ്ചലത്തിന്റെ ഭാഗം. എന്നിട്ട് അവർ കുടിച്ച ഫൈസ്ഖൂന ബികുല്ലി കഅസിൻ ശരിബൂഹു മിൻ ഖംരി സുർബത്തൻ മിൻ നഹ്റിൽ ഖബാൽ, നഹ്റുൽ ഖബാലിൽ നിന്നും ആ ചീഞ്ചലത്തിൽ നിന്നും ഓരോ മുറുക്കിന് പകരവും അവരെ കുടിപ്പിക്കപ്പെടും. ഫലോ അന്ന തിൽക സുർബ തുസബ്ബു മിനസ് സമാഇ ലഹ്തറഖത്തി സമാവാതു മിൻ ഹർരിഹാ, ആകാശത്തേക്കാണ് ആ ചൂട്, ആ ചീഞ്ചലത്തെ ഒഴിക്കപ്പെടുന്നതെങ്കിൽ ആകാശം മുഴുവനും ഉരുകുന്നതാണ്. അത്രയും കടുത്ത ചൂടുള്ള ചീഞ്ചലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മദ്യപാനിയെ ഖബറിലേക്ക് കിടത്തപ്പെട്ടാൽ ആ ഖബറിൽ നിങ്ങൾ മാന്തി നോക്കിയാൽ കിബിലയിലേക്ക് തിരിച്ച ആ വ്യക്തി ഒരിക്കലും കിബിലയിലേക്ക് തിരിയുകയില്ല, മറിച്ച് കിബിലയെ തൊട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാകും. അവൻ കിബിലയിലേക്ക് തിരിക്കപ്പെടാൻ സാധ്യമല്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാര് ഇബ്നു അബ്ബാസ്
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇനിയും അത്തരം ധാരാളം ഹദീസുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ചാവാകട്ടെ, മദ്യമാവട്ടെ, ലഹരി പദാർത്ഥങ്ങളാവട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ തിന്മയാണ്. പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ മതം ശക്തമായി എതിർത്തതാണ്. അള്ളാഹുവിന്റെ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. അത്തരം തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള വഴികൾ തേടണം, തൗബ ചെയ്യണം. നമ്മുടെ മക്കൾ, കുടുംബം, ബന്ധുക്കൾ അത്തരം കാര്യങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.